ഹായ് ഫ്രണ്ട്സ്, ഹോം മേക്കേഴ്സ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് വർമസിലിയുടെ ഒരു പാക്കറ്റാണ്, ഇൻസ്റ്റൻറ്റ് പാക്കറ്റാണ്. അപ്പോൾ 2 പാക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മയൂരൻ്റെയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എളുപ്പം പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കിട്ടിയേക്കണേ ഞാൻ നോക്കട്ടെ. എല്ലാം റെഡിമെയ്ഡാണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കാം എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. പൊട്ടിച്ച് ഇതിൻ്റെ അകത്തെ പാൽ മാത്രം ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇത് 1 ലിറ്റർ പാലിനകത്താണ് ഇത് ഒരു പാക്കറ്റ്. അപ്പോൾ എൻ്റെ 2 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ 2 ലിറ്റർ പാലിനകത്ത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. വറുത്തിട്ടേക്കുന്ന സേമിയ, പഞ്ചസാര, ചൗരി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് പാൽ തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇടേണ്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ ഇട്ടിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞ് തിളപ്പിച്ച് ഇത് പറ്റിച്ച് പിന്നെ എടുക്കാനാണ് റെഡിമെയ്ഡ്. ഓക്കെ, ജോലി എളുപ്പമാണ്. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് പായസം ഉണ്ടാക്കുന്നുണ്ട്. അത് അടുത്ത വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇൻസ്റ്റൻ്റാണ് കിട്ടിയേക്കണേ. അതുകൊണ്ട് ഞാൻ ഇത് കാണിക്കുക. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോയപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടി കാണിക്കാൻ പറ്റുക. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇതിപ്പോൾ 2 പാക്കറ്റ് ഞാൻ പൊട്ടിക്കുന്നുണ്ട്. പൊട്ടിച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ നിങ്ങളെ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നീ 2 ലിറ്റർ പാൽ ഞാൻ ഒഴിക്കുകയാണ്. രണ്ട് ലിറ്റർ പാല് ഇത് തിളയ്ക്കണം. പിന്നെ തിളച്ചിട്ട് നമുക്ക് അതിട്ട് നോക്കാം. അപ്പോൾ നല്ലപോലെ തിളയ്ക്കണം ആദ്യം. അപ്പോൾ ഞങ്ങൾ പാൽ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാലിലോട്ട് ഈ ഇൻസ്റ്റൻറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ സേമിയ മിക്സ് റെഡി. അപ്പോൾ ഫ്രണ്ട്സ്, ഇൻസ്റ്റൻറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ഞാൻ 2 ലിറ്റർ പാലിനകത്ത് 2 ലിറ്റർ വെള്ളം ചേർത്തായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി അങ്ങ് പറ്റിപ്പോവും. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്ത് എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.